നമ്മൾ ഇന്ന് കെമിക്കൽ റിയാക്ഷൻസ് എന്താ എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കറിയാം, റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതികരണമാണ്. ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ റിയാക്ട് ചെയ്തു അല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ നടന്നു എന്ന് പറയാം. അപ്പോൾ കെമിസ്ട്രിയിലെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ അല്ലെങ്കിൽ അതിൽ അധികം സബ്സ്റ്റൻസോ വൺ ഓർ മോർ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടായി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് പറയുക? കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയാം. അതായത് a process in which one or more substance react to form a new substance with a new chemical identity and property. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ പുതിയതായിട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റിന്, ആ ന്യൂ സബ്സ്റ്റൻസിന് എന്തായിരിക്കും? അതിന് ഒരു വേറെ കെമിക്കൽ ഐഡന്റിറ്റിയും പ്രോപ്പർട്ടിയും തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു റിയാക്ഷൻ നോക്കാം. നമ്മുടെ വാട്ടർ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന H2O, ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലേ? ഈ ഹൈഡ്രജനും എന്ന് പറയുന്ന ഗ്യാസും ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഈ വാട്ടർ എന്ന് പറയുന്ന ഈ ലിക്വിഡിന് വേറെ തന്നെ ഒരു ഐഡന്റിറ്റിയും പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, ഈസി ആയിട്ട് അതിന് കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. അതേപോലെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് ടേംസ് ആണ് വാട്ട് ഈസ് റിയാക്റ്റന്റ് ആൻഡ് വാട്ട് ഈസ് പ്രോഡക്റ്റ് എന്നുള്ളത്. നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷന്, ഈ കെമിക്കൽ റിയാക്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? റിയാക്റ്റന്റ് എന്ന് പറയുക. അതുപോലെ റൈറ്റ് സൈഡിൽ എഴുതുന്ന ആളെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുക. അപ്പോൾ H2 + O2 gives 2H2O എന്നാണെങ്കിൽ അവിടെ ഹൈഡ്രജനും ഓക്സിജനും എന്താണ്? അവിടെ റിയാക്ട് ചെയ്യുന്ന ആളാണ്. അവിടെ അവർ രണ്ടുപേരും തമ്മിലാണ് അവിടെ കമ്പൈൻ ചെയ്യുന്നത്. ആ കമ്പൈൻ ചെയ്യുന്ന രണ്ടുപേരെ നമ്മൾ എന്ത് വിളിക്കും? റിയാക്റ്റൻസ് എന്ന് വിളിക്കും. അവിടെ ഫോം ചെയ്യുന്ന പുതിയ ആളാരാണ്? ന്യൂ സബ്സ്റ്റൻസ് ആരാണ്? അത് വാട്ടറാണ്. അതേ നമ്മൾ എന്ത് വിളിക്കും? പ്രോഡക്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് എന്ന ഭാഗത്ത് നോക്കാനുള്ളത്.